Good morning. In this video, I would like to share some of the ideas related to marginalism and also the contributions of various marginalist economics. Okay, we know towards the end of 19th century, the importance of classical economics started waning or started decreasing. ഇപ്പം ഒരു ക്ലാസിക്കൽ ഐഡിയയിലെ ക്ലാസിക്കൽ തിയറിയുടെ പ്രാധാന്യം ഒരു 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടു കൂടി കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ആ കാലഘട്ടത്ത് പല വ്യത്യസ്തമായിട്ടുള്ള ചിന്താഗതികളുള്ള ആൾക്കാരൊക്കെ വന്നു. തിങ്കേഴ്സും അല്ലെങ്കിൽ എക്കണോമിക്സുകളൊക്കെ ഉദയം ചെയ്തു. The classical economics generally considered as they were generally considered as materialists because their theories were more objective. They explain only the objective side of economics that excluded the subjective factors. അപ്പോൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള സൈക്കോളജിക്കൽ അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റീവ് ഫാക്ടേഴ്സിനെ ടോട്ടലി നെഗ്ലക്റ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു തിയററ്റിക്കൽ ഫ്രെയിം വർക്കാണ് ഈ ക്ലാസിക്കൽ എക്കണോമിക്സുകൾ ജനറലായിട്ട് കൊണ്ടുവന്നിരുന്നത്. പക്ഷേ അതിനുശേഷം പിന്നീട് വന്ന ഈ പറഞ്ഞ മാർജിനലിസ്റ്റുകളാണ് ആദ്യമായിട്ട് സം കൈൻഡ് ഓഫ് സബ്ജക്റ്റീവ് തിങ്കിങ് വെയർ ഇൻകോർപ്പറേറ്റഡ് ഇൻ ടു എക്കണോമിക് തിയറീസ്. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ആൾക്കാരാണ് സ്റ്റാൻലി ജവോൺ, സ്കൾമെൻച്, ലിയോൺ വോൾഡ്രാസ്. അവരൊക്കെ കോമൺലി നോൺ ആസ് ദ ഫൗണ്ടേഴ്സ് ഓഫ് മാർജിനലിസ്റ്റ് സ്കൂൾ. Founders of marginalist school, and these economics they questioned so-called the objective ideas, theories based on objectivity were questioned, and they started looking at the subject from different angle, and as a result there was a paradigm shift in economic thinking, and which was popularly known as marginalism or marginal revolution. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ചിന്താഗതിയിൽ എക്കണോമിക് ചിന്താഗതിയിലുണ്ടായ ഒരു ക്ലാസിക്കൽ കാലഘട്ടത്തിൽ നിന്നും വന്ന ഒരു മാറ്റമാണ്, ചിന്താഗതിയിലുണ്ടായ മാറ്റത്തെയാണ് ഈ മാർജിനലിസം അല്ലെങ്കിൽ മാർജിനൽ റവല്യൂഷൻ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഈ മാർജിനലിസ്റ്റ് സ്കൂൾ സ്ഥാപിച്ച് സ്റ്റാൻലി ജവോൺ, സ്കൾമെൻച്, ലിയോൺ വോൾഡ്രാസ് എന്നിങ്ങനെയുള്ള എക്കണോമിസ്റ്റുകളാണ്. And as its name indicates, he used the term margin to analyze various production, consumption, etc., like utility, production, etc. And also they used mathematical and diagrammatic illustrations or explanation to explain various economic theories. അപ്പോൾ അവരൊരു മാത്തമെറ്റിക്സിന് കൂടുതലായിട്ട് പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് ഈ പറയുന്ന മാർജിനലിസ്റ്റുകൾ. മാത്തമെറ്റിക്കൽ മോഡൽസ് ഉപയോഗിച്ചുകൊണ്ടാണ് അവർ കൂടുതലായിട്ടും തിയറികൾ അവർ പറഞ്ഞിരുന്നത്. അപ്പം ദേ ഇൻട്രൊഡ്യൂസ്ഡ് എ ന്യൂ മെത്തേഡ് ഓഫ് എക്കണോമിക് അനാലിസിസ്. അപ്പോൾ അത് മറ്റു രീതിയിൽ പറഞ്ഞാൽ ദർ ആർ ടു ടൈപ്സ് ഓഫ് മാർജിനലിസ്റ്റ് സ്കൂൾ, മാത്തമെറ്റിക്കൽ സ്കൂൾ ആൻഡ് നോൺ മാത്തമെറ്റിക്കൽ സ്കൂൾ. ദ മാത്തമെറ്റിക്കൽ സ്കൂൾസ് explain the thinkers or the economics of mathematical school explain the economic theories purely in using mathematical variables or using mathematics, whereas non-mathematical schools, the economics of non-mathematical school of marginalism explain various economic theories with the support of mathematics. അത് പ്യുവർ മാത്തമെറ്റിക്കൽ സ്കൂൾ അവരെന്താണ് ചെയ്തത്, അവർ ഫുള്ള് ഈ പറയുന്ന പോലെ എന്താ പറയുക മാത്തമെറ്റിക്സ് മാത്രം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ തിയറി എക്സ്പ്ലെയിൻ ചെയ്തിരുന്നത്. അപ്പോൾ നോൺ മാത്തമെറ്റിക്സിൽ അവർ സപ്പോർട്ടിങ്ങിന് മാത്രമായിട്ടാണ് മാത്തമെറ്റിക്സ് കൂടുതലായിട്ട് ഉപയോഗിച്ചിരുന്നത്. ഇനി they also used the concept of margin to explain various economic phenomena. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രൊഡക്ഷൻ, കൺസംഷൻ അതൊക്കെ പറയുന്നതാണ് മാർജിനൽ യൂട്ടിലിറ്റി, മാർജിനൽ പ്രൊഡക്ഷൻ, അങ്ങനെയുള്ള കൺസെപ്റ്റ് ഒരു ഇത് അവർ ഉപയോഗിച്ചിരുന്നു. And also they followed a atomistic or micro approach to economic analysis. അപ്പോൾ അവരൊരു മൈക്രോ എലം അഗ്രിഗേറ്റ് കൺസെപ്റ്റ് അവർക്കില്ലായിരുന്നു, ഒരു മൈക്രോ കൺസെപ്റ്റായിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത്. Then they also adopted the partial equilibrium analysis. അതിൽ ഇത് വന്നിട്ട് നമ്മളൊരു ജനറൽ ഇക്വിലിബ്രിയം പിന്നീട് വരുന്നുണ്ട്. ഓക്കെ,
Then they followed an abstract and deductive method for analysis. Then they also supported the existence of free and perfect competition in the market. അപ്പോൾ അങ്ങനെയുള്ളൊരു ഫ്രീ അല്ലെങ്കിൽ പെർഫെക്റ്റ് കോമ്പറ്റീഷനാണ് അവർ സപ്പോർട്ട് ചെയ്തിരുന്നത്. ദെൻ ദേ എംഫസൈസ്ഡ് കൺസംഷൻ, ഡിമാൻഡ്, യൂട്ടിലിറ്റി ഇൻസ്റ്റെഡ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ്. പ്രൊഡക്ഷനെ കഴിഞ്ഞാൽ ഒരു കൺസംഷൻ സൈഡിലാണ്, ഒരു ഡിമാൻഡ് സൈഡിലാണ്, ഒരു യൂട്ടിലിറ്റി ഇതിലാണ് അവർ കൂടുതൽ പ്രാധാന്യം കൊടുത്തിരുന്നത്. അപ്പോൾ ഈ ബന്ധാമിൻ്റെ യൂട്ടിലിറ്റേറിയനിസം കൺസെപ്റ്റുകളൊക്കെ ഇവരെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ മറ്റൊരു ആശയം ഹെഡോണിസം എന്ന് പറഞ്ഞൊരു ആശയം ഇവർക്കുണ്ട്. എന്നുവെച്ചാൽ മാക്സിമം ഇൻഡിവിജ്വൽ യൂട്ടിലിറ്റി മാക്സിമൈസ് ചെയ്യുക. അതിൽ അങ്ങനെ ഒരു കൺസെപ്റ്റ് ഇവരുടെ റൈറ്റിങ്സിന് ഇൻഫ്ലുവൻസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പം ഒരു യൂട്ടിലിറ്റി, കൺസംഷൻ, ഈ ഡിമാൻഡ്, അങ്ങനെ അതിനൊക്കെയാണ് കൂടുതൽ പ്രാധാന്യം ഇവരുടെ റൈറ്റിങ്സിൽ വന്നിട്ടുള്ളത്. ദെൻ they believed in automatic tendency of an economy towards in equilibrium. That means they also had a deep faith or deep trust in free movement of demand and supply in bringing equilibrium to the economy. Then they also supported the laissez-faire policy. Then their analysis were more the subjective and psychological, not purely an objective. The analysis includes certain subjective concept too. അപ്പോൾ അങ്ങനെയുള്ളൊരു അനാലിറ്റിക്കൽ ഇതാണ് അവർ ഫോളോ ചെയ്തിരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇവർ മാർജിനലിസ്റ്റ് സ്കൂളിനെ കുറിച്ച് ജനറലായിട്ട് പറഞ്ഞു കഴിഞ്ഞത്. Now one of the important some of the few marginalistic contributors to this marginalism. അപ്പം അതിൽ ഏറ്റവും ഫസ്റ്റ് വരുന്നത് H.S. ഗോസൻ. നിങ്ങളൊരു പക്ഷേ പഠിച്ചിട്ടുണ്ടാകും ഗോസൻസ് ഫസ്റ്റ് ലോ, ഗോസൻസ് സെക്കൻഡ് ലോ ഇൻ മൈക്രോ എക്കണോമിക്സിലൊക്കെ. ഹി ലീവ്ഡ് ബിറ്റ്വീൻ 1810 to 1858. അദ്ദേഹത്തിൻ്റെ മെയിനായിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അദ്ദേഹത്തിൻ്റെ ഫുൾ നെയിം എന്ന് പറയുമ്പോൾ ഹെർമാൻ ഹെൻറിച്ച് ഗോസൻ, H.S. ഗോസൻ, ആൻഡ് ഹി വാസ് ആൻ ആൻറ്റിസിപ്പേറ്റർ ഓഫ് മാർജിനൽ യൂട്ടിലിറ്റി അനാലിസിസും. അദ്ദേഹത്തെ he developed a law called the law of exchange among men. Then അദ്ദേഹത്തിൻ്റെ രണ്ട് ബേസിക് ലോസ് ഉണ്ട്, ഗോസൻസ് ഫസ്റ്റ് ലോ ആൻഡ് ഗോസൻസ് സെക്കൻഡ് ലോ. അപ്പോൾ ആദ്യത്തെ നമ്മൾ ഗോസൻസ് ഫസ്റ്റ് ലോയിൽ നമ്മൾ ജനറലായിട്ടും ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയും. ഗോസൻസ് സെക്കൻഡ് ലോയിൽ നമ്മൾ മെയിനായിട്ടും ലോ ഓഫ് ഇക്യൂ മാർജിനൽ യൂട്ടിലിറ്റി എന്നും പറയുന്നത്. ഓക്കെ, അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഗോസൻസ് ഫസ്റ്റ് ലോ: ദി എമൗണ്ട് ഓഫ് വൺ and the same enjoyment diminishes continuously as we proceed with the enjoyment without interruption until satisfaction is reached. എന്ന് വെച്ചാൽ അഡീഷണലായിട്ട് കിട്ടുന്ന എൻജോയ്മെൻറ്റ് കണ്ടിന്യൂസ് ആയിട്ട് ഡിക്രീസ് ചെയ്യും നമ്മൾ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ എത്തുന്ന പോയിൻ്റ് വരെ. അപ്പോൾ ഇത് തന്നെയാണ് നമ്മുടെ ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റിയിൽ പറയുന്നത്. അഡീഷണലായിട്ട് കൂടുതൽ കൺസ്യൂം ചെയ്യുമ്പോൾ നമ്മുടെ യൂട്ടിലിറ്റി ഡിമിനിഷ് ചെയ്യും. ഓക്കെ, രണ്ടാമത്താണ് ഗോസൻസ് സെക്കൻഡ് ലോ. അതിനെ നമ്മൾ ലോ ഓഫ് ഇക്യൂ മാർജിനൽ യൂട്ടിലിറ്റി എന്നാണ് നമ്മൾ ജനറലി അത് അറിയപ്പെടുന്നത്. ആൻഡ് ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ഈച്ച് മാൻ വിൽ സ്പെൻഡ് ഹിസ് മണി ഓൺ ഡിഫറെൻറ്റ് കമ്മോഡിറ്റീസും ഇൻ സച്ച് എ വേ ദാറ്റ് ദ എമൗണ്ട് ഓഫ് ഓൾ എൻജോയ്മെൻറ്റ്സ് ആർ ഈക്വൽ. എന്ന് വെച്ചാൽ നമ്മൾ ആൾക്കാർ സ്പെൻഡ് ചെയ്യുന്ന എല്ലാ സ്പെൻഡിങ്ങിൽ നിന്നും അവർക്ക് കിട്ടുന്ന എൻജോയ്മെൻറ്റ് തുല്യമാകുന്ന രീതിയിലായിരിക്കും ഒരു വ്യക്തി അവരുടെ സ്പെൻഡിങ് നടത്തുക. അപ്പോൾ അതിനെയാണ് നമ്മൾ ലോ ഓഫ് ഇക്യൂ മാർജിൻ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് ലോ ആണ് ഗോസൻസ് ഫസ്റ്റ് ലോ ആൻഡ് ഗോസൻസ് സെക്കൻഡ് ലോ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും പോകുന്നില്ല, കാരണം നിങ്ങളെല്ലാം ഇത് ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്കൊന്നും പോകുന്നില്ല. ഓക്കെ, now the another one is W.S. ജോൺസ്. അപ്പം വില്യം സ്റ്റാൻലി ജോൺസ്, അങ്ങനെയാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. വില്യം സ്റ്റാൻലി ജോൺസ് 1835 to 1882 വാസ് ഹിസ് ലൈഫ് പീരീഡ്. ദെൻ അദ്ദേഹത്തിൻ്റെ ഹി വാസ് ഓൾസോ പൈനിയർ ഇൻ മാർജിനലിസ്റ്റ് സ്കൂൾ. അദ്ദേഹത്തിൻ്റെ ഫേമസ് ബുക്ക് എന്ന് പറഞ്ഞാൽ ദ തിയറി ഓഫ് പൊളിറ്റിക്കൽ എക്കോണമി, and in which he stated his ideas about economic political economy. And he stated that our science must be mathematical simply because it deals with mathematics. അതാണ് അദ്ദേഹം പറയുന്നത്. എക്കണോമിക്സ് എന്ന് പറയുന്നത് ഒരു മാത്തമാറ്റിക്കലായും, കാരണം എന്താണ്, അത് കൂടുതലായിട്ടും മാത്തമാറ്റിക്കൽ കാര്യങ്ങളാണ് അത് ഡീൽ ചെയ്യുന്നത്. ഇറ്റ് ഡീൽസ് വിത്ത് മാത്തമാറ്റിക്സ്.
That is what William Stanley Jones states. And his ideas were also based on a concept called hedonism and Bentham's utilitarianism. ഞാൻ നേരത്തെ പറഞ്ഞു ഹെഡോണിസം എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ ഹാപ്പിനെസ്, ഇൻഡിവിജ്വൽ ഹാപ്പിനെസ് എന്നുള്ളൊരു കൺസെപ്റ്റാണ്. ബെന്തോ യൂട്ടിലിറ്റേറിയൻസ് മാക്സിമൈസ്, അതും ഈ പറയുന്ന ഒരു മാക്സിമൈസ് ഹാപ്പിനെസ് അങ്ങനെയുള്ളൊരു കൺസെപ്റ്റ് അതിൽ നമ്മൾ പറയുന്നത്. And he was also an eminent statistician and contributed to the development of index number. നിങ്ങൾ പറയുന്ന അതേ നല്ലൊരു സ്റ്റാറ്റിസ്റ്റിഷ്യനുമായിരുന്നു, ഒരു ഇൻഡെക്സ് നമ്പറിൻ്റെ ഇതിലൊക്കെ ഒരുപാട് കോൺട്രിബ്യൂഷൻസ് ഒക്കെ നടത്തിയിട്ടുള്ളതാണ്. ദെൻ ഹി അഡ്മിറ്റഡ് ദാറ്റ് ഹിസ്റ്റോറിക്കൽ ട്രീറ്റ്മെൻറ്റ് ഈസ് നെസസറി ആൻഡ് എംഫസൈസ്ഡ് ദ റിയലൈസേഷൻ. അപ്പോൾ എക്കണോമിക്സ് there should be some historical background for economics and it is essential to understand the subject. അങ്ങനെയുള്ളൊരു കാഴ്ചപ്പാടൊക്കെയാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. ദെൻ എംഫസൈസ്ഡ് സിസ്റ്റമിക് അനാലിസിസ് ടു റീപ്ലേസ് ലേസസ്ഫെയർ. അദ്ദേഹം ഈ ലേസസ്ഫെയർ ഡോക്ടറിനെ അദ്ദേഹം മറ്റു രീതിയിൽ അത് റീപ്ലേസ് ചെയ്യാനുള്ള ഒരു അറ്റംപ്റ്റൊക്കെ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഹി എംഫസൈസ്ഡ് മാത്തമാറ്റിക്കൽ ഫൗണ്ടേഷൻ ഓഫ് എക്കണോമിക്സ്. അപ്പം ബേസിക്കലി ഹിസ് മോഡൽസ് വെയർ പ്യുവർലി മാത്തമെറ്റിക്കൽ. അപ്പോൾ അങ്ങനെ ഒരു കൂടുതൽ മാത്തമെറ്റിക്സ് ഉപയോഗിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഈ മോഡൽ എക്സ്പ്ലെയിൻ ചെയ്തത്. ഇനി അദ്ദേഹത്തിൻ്റെ 2 കൺസെപ്റ്റാണ്, യൂട്ടിലിറ്റി അനാലിസിസും അതേപോലെ വാല്യൂ തിയറിയുമാണ് അദ്ദേഹത്തിൻ്റെ കൺസെപ്റ്റിൽ. he gave more importance to utility analysis. Actually, these marginalist schools altogether they gave importance to utility, consumption, demand, etc. അപ്പോൾ ഇദ്ദേഹം പർട്ടിക്കുലറായിട്ട് ഇതിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തു. യൂട്ടിലിറ്റി വാസ് എൻ അബ്സ്ട്രാക്ട് ക്വാളിറ്റി ഓഫ് എ കമ്മോഡിറ്റി ടു സാറ്റിസ്ഫൈ ഹ്യൂമൻ വാണ്ട്സ്. അങ്ങനെയാണ് അദ്ദേഹം യൂട്ടിലിറ്റിയെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. യൂട്ടിലിറ്റി എന്ന് പറയുന്നത് ആൾക്കാരുടെ ആഗ്രഹങ്ങൾ നിറവേറ്റുന്നതിന് ഒരു കമ്മോഡിറ്റിക്കുള്ള ക്വാളിറ്റിയാണ് അദ്ദേഹം യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് എ റിലേറ്റീവ് കൺസെപ്റ്റ്, റിലേറ്റീവ് ടേം കണക്റ്റഡ് വിത്ത് വാണ്ട്സ്. നമ്മുടെ ആവശ്യങ്ങളുമായിട്ട് കണക്റ്റഡാണ് യൂട്ടിലിറ്റി എന്നുള്ള ടേം. അപ്പോൾ ഒരു കമ്മോഡിറ്റി കൂടുതലായിട്ട് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, ആൾക്കാരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ പറ്റുന്ന, ദാറ്റ് ഈസ് ഹാവിങ് മോർ യൂട്ടിലിറ്റി. ഇനി ഒരു കമ്മോഡിറ്റിക്ക് കുറച്ച് ആവശ്യങ്ങൾ മാത്രമേ നിറവേറ്റാൻ പറ്റുന്നുള്ളൂ, that commodity is having less utility and it is related to the wants. And he also used the term the final degree of utility to denote marginal utility conceptന് പകരമായിട്ട് അദ്ദേഹം ഉപയോഗിച്ചിരുന്ന ടേമാണ് ഫൈനൽ ഡിഗ്രി ഓഫ് യൂട്ടിലിറ്റി എന്ന് പറയുന്ന കൺസെപ്റ്റ്. Then again he pointed out that there are 3 kinds of utility: actual utility, prospective utility, potential utility. Actual utility that a person gets from the consumption of a commodity. Then prospective expected. Potential എന്ന് പറഞ്ഞാൽ that could give, a product could give to the consumer. Utility that could be attained, can be attained. Okay, അങ്ങനെയുള്ള ഒരു കൺസെപ്റ്റാണ്. Then he also commented that a person would distribute his income in such a way as to equalize the utility of his final increments of all the commodities are consumed. അപ്പോൾ എന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു മാർജിനൽ യൂട്ടിലിറ്റി കൺസെപ്റ്റ് ആണ് ഇതിൽ പറയുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഇതാണ്: അയാളുടെ ഇൻകം സ്പെൻഡ് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളുടെ ലാസ്റ്റ് യൂണിറ്റ് കൺസ്യൂം ചെയ്യുന്ന എല്ലാ കമ്മോഡിറ്റിയിൽ നിന്നും സെയിം യൂട്ടിലിറ്റി കിട്ടുന്ന രീതിയിൽ ആയിരിക്കും അയാളുടെ ഇൻകം സ്പെൻഡ് ചെയ്യുക. അപ്പോൾ ലാസ്റ്റ് യൂണിറ്റ് എപ്പോൾ കൺസ്യൂം ചെയ്യുക, ഓരോ കമ്മോഡിറ്റിയുടെയും ലാസ്റ്റ് യൂണിറ്റ്, അതിന് അദ്ദേഹം പറയുന്നത് ഫൈനൽ ഡിഗ്രി ഓഫ് യൂട്ടിലിറ്റി, എല്ലാ കമ്മോഡിറ്റിയിൽ നിന്നും കിട്ടുന്ന ഫൈനൽ ഡിഗ്രി ഓഫ് യൂട്ടിലിറ്റി എവിടെ വെച്ചാണോ സെയിം ആവുന്നത്, അപ്പോൾ ഒരാൾ ആ രീതിയിലായിരിക്കണം ഇൻകം ഡിസ്ട്രിബ്യൂഷൻ നടത്തേണ്ടത്. ഒരു മാർജിനൽ പ്രിൻസിപ്പിൾ ബേസ്ഡിലായിരിക്കണം ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം എന്നാണ് അദ്ദേഹം പറയുന്നത്. ദെൻ തിയറി ഓഫ് വാല്യൂ, അദ്ദേഹത്തിൻ്റെ മറ്റൊരു കോൺട്രിബ്യൂഷനാണ് തിയറി ഓഫ് വാല്യൂ. അക്കോർഡിംഗ് ടു ഹിം ദ വാല്യൂ ഇസ് എൻറ്റയർലി ഡിപ്പെൻഡ്സ് ഓൺ യൂട്ടിലിറ്റി. ഒരു കമ്മോഡിറ്റിയുടെ വാല്യൂ എന്ന് പറയുന്നത് അദ്ദേഹം പറയുന്ന യൂട്ടിലിറ്റിയെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. ആൻഡ് the value derives from marginal utility. Okay, and a perfect freedom of exchange provide maximum benefit to all people. അപ്പോൾ അദ്ദേഹം ഒരു ടേം യൂസ് ചെയ്തിട്ടുണ്ട്. യൂസ്ഡ് ദ ടേം റേഷ്യോ ഓഫ് എക്സ്ചേഞ്ച് ഫോർ വാല്യൂ. റേഷ്യോ ഓഫ് എക്സ്ചേഞ്ച് എന്നുള്ളൊരു കൺസെപ്റ്റാണ് അദ്ദേഹം ഈ വാല്യൂവിന് അദ്ദേഹം കൊടുത്തിരിക്കുന്നത്. അതിന് അദ്ദേഹം പറയുന്നുണ്ട്, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഡിറ്റർമിൻസ് സപ്ലൈ
and supply determines final degree of utility, and final degree of utility determines the value or the ratio of exchange. He used the term ratio of exchange to denote the utility. ഇനി അദ്ദേഹത്തിൻ്റെ കൺസെപ്റ്റിൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഒരു കമ്മോഡിറ്റിയുടെ സപ്ലൈ തീരുമാനിക്കും, സപ്ലൈ യൂട്ടിലിറ്റി തീരുമാനിക്കും, യൂട്ടിലിറ്റിയാണ് വാല്യൂ തീരുമാനിക്കുന്നത് ഓർ റേഷ്യോ ഓഫ് എക്സ്ചേഞ്ച്. അപ്പം ഇങ്ങനെയുള്ള ഒരു കാഴ്ചപ്പാടാണ് ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. ഇനി നമുക്ക് മറ്റൊരു മാർജിനലിസ്റ്റ് എക്കണോമിസ്റ്റാണ്, ഒരു മാർജിനലിസ്റ്റാണ് അദ്ദേഹം, ലിയോൺ വോൾറാസ്. അദ്ദേഹത്തിൻ്റെ ഫുൾ നെയിം എന്ന് പറയുമ്പോൾ മാരി എസ്പ്രിറ്റ് ലിയോൺ വോൾറാസ്. ഹി വാസ് എ പ്രൊഫസർ ഓഫ് പൊളിറ്റിക്കൽ എക്കോണമി at the University of Lausanne in Switzerland, and he used just like other marginalists, he also used mathematical methods in economic analysis, and he was also known as the founder of utility school in economics. അതിൻ്റെ ഒരു യൂട്ടിലിറ്റി സ്കൂളിൻ്റെ വക്താവ് അല്ലെങ്കിൽ ഫൗണ്ടർ എന്ന രീതിയിലൊക്കെ അദ്ദേഹം അറിയപ്പെടുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ മെയിനായിട്ടുള്ള 2 ബുക്സ് എന്ന് പറയുന്നത് എലമെൻറ്റ്സ് ഓഫ് പ്യുവർ എക്കണോമിക്സ് ആൻഡ് തിയറി ഓഫ് പ്രൊഡക്ഷൻ. ഇതാണ് അദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ള 2 ബുക്സുകൾ വന്നിരിക്കുന്നത്. ഇനി അദ്ദേഹം പറയുന്ന 1-2 കാര്യങ്ങൾ. വാല്യൂ ഡിപ്പെൻഡ്സ് ഓൺ മാർജിനൽ യൂട്ടിലിറ്റി, ആൻഡ് in order to for this he used the term rare term to denote marginal utility, rare term. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഈ പറയുന്ന നമ്മുടെ നേരത്തെ ജോൺസ് ഒക്കെ പറഞ്ഞ പോലെ ഒരു കമ്മോഡിറ്റിയുടെ വാല്യൂ എന്ന് പറയുന്നത് ഡിപ്പെൻഡ്സ് ഓൺ മാർജിനൽ യൂട്ടിലിറ്റി. അപ്പോൾ ആ മാർജിനൽ യൂട്ടിലിറ്റിക്ക് അദ്ദേഹം ഉപയോഗിച്ചിരുന്ന വാക്കാണ് റെയർ ടൈം. ദാറ്റ് മീൻസ് ദ ഇൻറ്റൻസിറ്റി ഓഫ് ലാസ്റ്റ് വാണ്ട് സാറ്റിസ്ഫൈഡ് എന്ന് വെച്ചാൽ എത്രമാത്രം നമ്മുടെ ആഗ്രഹം സാറ്റിസ്ഫൈ ചെയ്യും, അവസാനത്തെ ആഗ്രഹം എത്രമാത്രം നമ്മൾ അല്ലെങ്കിൽ ലാസ്റ്റ് വാണ്ട് എത്രമാത്രം സാറ്റിസ്ഫൈ ചെയ്തു, അത് എത്രമാത്രം സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റി, അതിൻ്റെ ഇൻറ്റൻസിറ്റിയാണ്. ആ ഒരു ലാസ്റ്റ് ആഗ്രഹം ലാസ്റ്റ് സാറ്റിസ്ഫൈ ചെയ്ത ആഗ്രഹത്തിൻ്റെ ഇൻറ്റൻസിറ്റി എന്ന് വെച്ചാൽ നമ്മൾ ഈ പറഞ്ഞ പോലെ സംതൃപ്തി എന്നൊക്കെ വേണം പറയാം. അതാണ് ഇതിൻ്റെ അകത്ത് പറയാം. അവരുടെ ആ കാലത്ത് അവർ ഈ ഒരു രീതിയിലാണ് അത് ഡിഫൈൻ ചെയ്തിരുന്നത്. അപ്പോൾ റേറ്റ് മീൻസ് ഇൻറ്റൻസിറ്റി ഓഫ് ദി ലാസ്റ്റ് വൺ സാറ്റിസ്ഫൈഡ്. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഇതാണ്, ഇറ്റ്സ് റേറ്റ് ദാറ്റ് ഡിറ്റർമിൻസ് വാല്യൂ ഓഫ് എ കമ്മോഡിറ്റി ഓർ ദ മാർജിനൽ യൂട്ടിലിറ്റി ഡിറ്റർമിൻസ് വാല്യൂ ഓഫ് എ കമ്മോഡിറ്റി. ആൻഡ് ബേസ്ഡ് ഓൺ ദി മാർജിനൽ യൂട്ടിലിറ്റി അനാലിസിസ് ഡെവലപ്ഡ് ഈസ് ഫേമസ് ജനറൽ ഇക്വിലിബ്രിയം മോഡൽ. ഈ ജനറൽ ഇക്വിലിബ്രിയം മോഡൽ പറയുന്നത് ഇത്രയേ ഉള്ളൂ. It is an economic model which explains the economic interrelationship between different sectors or different segments of an economy or different market segments of an economy. It explains our interdependence of various price quantities in a multi-market economy. അപ്പോൾ പല മാർക്കറ്റ് അല്ലെങ്കിൽ ഒരു എക്കോണമിയുടെ ഡിഫറെൻറ്റ് സെഗ്മെൻറ്റ്സിലുള്ള ഇക്വിലിബ്രിയം കണ്ടീഷനാണ് ഈ ജനറൽ ഇക്വിലിബ്രിയം കണ്ടീഷൻ പറഞ്ഞത്. മെയിനായിട്ട് കുറച്ചുകൂടി പ്രിസൈസ് ആയിട്ട് പറഞ്ഞാൽ ഇറ്റ് എക്സ്പ്ലെയിൻസ് ഇക്വിലിബ്രിയം, ഹൗ ഇക്വിലിബ്രിയം ഈസ് എസ്റ്റാബ്ലിഷ്ഡ് ബോത്ത് ഇൻ കമ്മോഡിറ്റി ആൻഡ് ഫാക്ടർ മാർക്കറ്റ്. കമ്മോഡിറ്റി മാർക്കറ്റിലും ഫാക്ടർ മാർക്കറ്റിലും എങ്ങനെ ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യുന്നു. പിന്നെ സാധാരണയായിട്ട് നമ്മൾ ഒരു എക്കണോമിക്സ് 2 തരത്തിലുള്ള മാർക്കറ്റുണ്ട്. ഒരു മാർക്കറ്റിൽ കമ്മോഡിറ്റീസ് ആർ ട്രേഡ്, മറ്റൊരു മാർക്കറ്റിൽ പറയുന്ന പോലെ ഫാക്ടറീസ് ആർ ട്രേഡ്. ഫാക്ടർ മാർക്കറ്റും കമ്മോഡിറ്റി മാർക്കറ്റും ടോട്ടൽ മാർക്കറ്റ്, മൾട്ടി മാർക്കറ്റ്. അപ്പോൾ ഈ മൾട്ടി മാർക്കറ്റ് ഇക്വിലിബ്രിയം എങ്ങനെ അറ്റൈൻ ചെയ്യാൻ പറ്റും, അതാണ് ഈ ജനറൽ ഇക്വിലിബ്രിയം അനാലിസിസിൽ അദ്ദേഹം പറയുന്നത്. ആൻഡ് ഫോർ ദിസ് ഹി യൂസ്ഡ് സർട്ടൻ സൈമൾട്ടേനിയസ് ഇക്വിലിബ്രിയം ഇക്വേഷൻസ് to explain the simultaneous equilibrium conditions in both factor and commodity market, and the equilibrium also is attained through marginal utility principles. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാഴ്ചപ്പാടാണ് ഈ വോൾറാസിന് ഉണ്ടായിരുന്നത്. അതിന് മെയിനായിട്ടുള്ള കോൺട്രിബ്യൂഷനാണ് ഈ ജനറൽ ഇക്വിലിബ്രിയം അനാലിസിസ് എന്ന് പറയുന്നത്. ഒരു പക്ഷേ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നറിയില്ല, നിങ്ങൾ മൈക്രോയിൽ ഉണ്ടോയെന്നറിയില്ല. ഇതായിരുന്നാലും ഇതാണ് ജനറൽ ഇക്വിലിബ്രിയം കൺസെപ്റ്റ്. അദ്ദേഹത്തിൻ്റെ എന്താണ് കോൺട്രിബ്യൂഷൻ എന്ന് നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കിയിരിക്കും. ഓക്കെ, സോ ദിസ് ഈസ് അബൌട്ട് മാർജിനലിസ്റ്റ് സ്കൂൾ ഓർ മാർജിനലിസം ഓർ മാർജിനൽ റെവല്യൂഷൻ. താങ്ക് യു.